everyone, welcome back to Xylem Learning. നിങ്ങളുടെ സ്വന്തം അരുമ മിസ് ആണ്. എല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകൾ ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ പഠിച്ചതാണ്. എന്നിരുന്നാലും അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് റിഫ്രഷ് ചെയ്യിപ്പിക്കാനാണ് മിസ് എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. യെസ്, എല്ലാവർക്കും ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. എപ്പോഴാണ് നമ്മൾ ഒരു ചേഞ്ചിന് പെർട്ടിക്കുലർലി ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്, ഭൗതിക മാറ്റമാണ് എന്ന് പറയുന്നത്? നിങ്ങളോട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പേപ്പർ തന്നു കഴിഞ്ഞാൽ അല്ലെ, ഈ പേപ്പറിനെ എല്ലാവരും കാണുന്നുണ്ടെന്ന് മിസ് വിചാരിക്കുന്നു. കാണുന്നില്ലേടാ? യെസ്, ഈ പേപ്പറിനെ എനിക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ അല്ലെ. ഇപ്പൊ ഞാൻ ഇതില് ഒന്ന് എന്ത് ചെയ്യാണ്, നിങ്ങളെല്ലാരെയും കാണിക്കുന്നുണ്ട്. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കീറുകയാണ്. നോക്കിക്കേ, ഞാനിപ്പോ ഈ പേപ്പറിനെ പീസ് ആക്കി കീറിക്കളഞ്ഞു. ഇങ്ങനെ പീസ് ആക്കി കീറിക്കളഞ്ഞപ്പോ നിങ്ങൾ ഇതിന് എന്താ പറയാ, പേപ്പറിന്റെ കഷ്ണങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ ആകൃതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ, അതേപോലെ തന്നെ ഇതിന്റെ ഷേപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്, സൈസിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ വലുപ്പത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഈ പേപ്പർ എന്ത് ചെയ്തു, ചുരുട്ടിക്കളഞ്ഞു എന്ന് വിചാരിച്ചോ അല്ലെ, ചുരുട്ടിക്കളഞ്ഞു. പോസ് കൊടുത്ത് ഞാൻ ഇതിനെ എന്ത് ചെയ്തു, ഇങ്ങനെ ചുരുട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇതിന് കാര്യമായ മാറ്റങ്ങൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇത് എന്ത് തന്നെയാ, പേപ്പർ തന്നെയാ. സോ നമുക്ക് പറയാം, ദർ ഇസ് നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഇൻ ദി ഫിസിക്കൽ ചേഞ്ച്. പുതുതായിട്ടൊരു സബ്സ്റ്റൻസ്, പുതുതായിട്ടൊരു പദാർത്ഥം ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ രൂപം കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇത് പെർമനന്റ് ആയിട്ടുള്ള മാറ്റങ്ങളല്ല, താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങളാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവയെ എന്ത് ചെയ്യാം, പഴയ രൂപത്തിലേക്ക് എത്തിക്കാം. ഇനി അതേസമയം തന്നെ നോക്കിക്കേ നിങ്ങള്, ഞാനൊരു ഐസ് കൊണ്ടുവന്നു. ഐസിനെ ഞാൻ ഉരുക്കി കളഞ്ഞു. ഐസിനെ ഉരുക്കി കളഞ്ഞപ്പോ ഐസ് എന്തായി മാറിയിട്ടുണ്ട്, വെള്ളമായി മാറിയിട്ടുണ്ട്. വെള്ളമായി മാറി എന്ന് പറയുമ്പോൾ അവിടെ ആകൃതിയിൽ മാറ്റം വന്നതിനോടൊപ്പം തന്നെ അതിന്റെ അവസ്ഥയിലും എന്ത് വന്നു, മാറ്റം വന്നു അല്ലെ. അവസ്ഥയിൽ മാറ്റം വന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ അനുയോജ്യം. കാരണം എന്താ, സോളിഡ് ആയിട്ടുള്ള വസ്തു, ഖരവസ്തു ആയിട്ടുള്ള ആള് ഇപ്പൊ എന്തായി മാറി, ദ്രാവകമായിട്ട് മാറി. കുറച്ചുകൂടി ഞാൻ ഇതിനെ ചൂട് കൊടുക്കുന്ന സമയത്ത് അല്ലെ, ഇത് വാതകമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലേക്കുള്ള ഒരു പരിവർത്തനം അവിടെ നടന്നു കഴിഞ്ഞു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഊർജം സ്വീകരിക്കുമ്പോഴോ അല്ലെ, എനർജി അബ്സോർബ് ചെയ്യുമ്പോഴോ, എനർജിയെ നമ്മൾ റിലീസ് ചെയ്യുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യും, ഭൗതിക മാറ്റങ്ങൾ സംഭവിക്കും. ഇവ താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങളാണ്. കുറച്ച് എക്സാമ്പിൾസ് നമ്മളോട് ചോദിക്കും, സ്ഥിരമായിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. അതിനു മുന്നേ അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നിങ്ങളുടെ കൂടെ വജ്ര ബാച്ചിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ 6 കഴിഞ്ഞ് നിങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സൈലത്തിന്റെ ഒരു ക്ലാസ്സുകൾ കൂടെ കിട്ടുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അല്ലെ. കാരണം നമുക്ക് USS എക്സാമിനേഷൻ ഒക്കെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇപ്പൊ തന്നെ സൈലത്തിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ദൈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് ബേസ് പ്ലാന് ഇപ്പോൾ ഇതേ നോക്കിക്കേ, 10% ഓഫറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബേസ് പ്ലാൻ മാത്രമല്ല കേട്ടോ, അഡ്വാൻസ് പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല, ആദ്യം ജോയിൻ ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് സ്മാർട്ട് വാച്ചും സമ്മാനമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൂടെ മറന്നു പോകണ്ട. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ, നമ്മൾ ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നമുക്ക് ക്രഷിങ് എ ക്യാൻ, മെൽറ്റിംഗ് ആൻ ഐസ് ക്യൂബ്, ബോയിലിംഗ് വാട്ടർ അല്ലെ, വെള്ളം ചൂടാകുന്നത് ഒക്കെ നമുക്ക് പറയാം. ചോപ്പിംഗ് വുഡ് ഇൻ ടു പീസസ്, ഇതൊക്കെ നമുക്ക് എന്താണ്, കോമൺ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഓർത്തു വെക്കുക. ഫിസിക്കൽ ചേഞ്ച് കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കെമിക്കൽ ചേഞ്ചിലേക്ക് പോകാൻ. രണ്ട് കൺഫ്യൂഷൻ ആയി പോകരുത് നിങ്ങൾക്ക്. യെസ്, അപ്പൊ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകളും പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ബൈ ബൈ.